Hello friends, good morning from Sakleshpur. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് സക്ലേഷ്പൂർ. ഇന്നലെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് റൈഡ് ചെയ്ത് സക്ലേഷ്പൂർ എത്തി. വേട്ട ഭൈരവേശ്വര ടെമ്പിളിൽ പോയി അങ്ങനെ തിരിച്ചു വന്ന് റിസോർട്ടിൽ റെസ്റ്റ് എടുക്കുന്ന രണ്ടാമത്തെ ദിവസം ദേവരമനയ്ക്ക് പോവുകയാണ്. നമ്മുടെ ജോബ്രോ ആൾക്കാരുടെ പൊസിഷൻ സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. പിന്നെ ലീഡർ റൈഡർ തോമസ് റെഡിയാണ് ആസ് ഓൾവേസ്. ഇന്ന് മൊത്തം ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ്. ഇപ്പോൾ നമ്മുടെ മൺസൂൺ റൈഡ് അതിൻ്റെ കംപ്ലീറ്റ് മീനിങ്ങിലേക്ക് എത്തുന്നതാണ് തോന്നുന്നത്. മഴ കിട്ടിയാൽ രക്ഷപ്പെട്ടു. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ അകലെയാണ് തേവരമനെ വേട്ട. അടുത്ത മെയിൻ അട്രാക്ഷൻ മൊട്ടക്കുന്ന് പോലെയുള്ള മലകളും പിന്നെ വ്യൂ പോയിൻറ്റുകളുമാണ്. പിന്നെ കുറച്ച് ട്രെക്കിംഗ് സ്പോട്ടും ക്യാമ്പിംഗ് പോയിൻറ്റുകളും എല്ലാം ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഈ പോകുന്ന വഴി തന്നെ കണ്ടില്ലേ, വളരെ മനോഹരമായിട്ടുള്ള റൂട്ടുകളാണ്. പിന്നെ ആനയുടെ സാന്നിധ്യമുള്ള കാരണം ടൂറിസ്റ്റുകൾ ക്യാമ്പ് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, സേഫ്റ്റിക്ക് പ്രയോറിറ്റി കൊടുക്കണമെന്നാണ് ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടത്. ദേവരമന എന്നർത്ഥം ദൈവത്തിൻ്റെ വീടെന്നാണ് കന്നഡയിൽ. ഈ ദേവരമന കുന്നിൻ്റെ മുകളിൽ ഒരു അമ്പലമുണ്ട്. കാലഭൈരവേശ്വരം എന്നാണ് അമ്പലത്തിൻ്റെ പേര്. ഇതൊരു ശിവക്ഷേത്രമാണ്. അവിടുത്തെ ലോക്കൽസ് അതിനൊരു പുണ്യസ്ഥലമായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ദേവരമന ഇരിക്കുന്ന സ്ഥലം മുടിഗിരെ താലൂക്ക്, ചിക്മംഗ്ലൂർ ജില്ലയിലാണ്. നമ്മൾ ഏറെക്കുറെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്പോട്ടിൻ്റെ. ഇനി ഒരു 15 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് പോകാൻ വേണ്ടി. അങ്ങനെ നമ്മൾ പോരുന്ന വഴിക്ക് ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് കണ്ട് നിർത്തിയാണ്. നോക്കി എന്തൊരു ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മുടെ വാഗമണിലെ മൊട്ടക്കുന്നിൻ്റെയൊക്കെ ചെറിയൊരു സാദൃശ്യം തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ദേവരമന അമ്പലമുള്ളത്. നമ്മളങ്ങോട്ട് അടുക്കും തോറും കുറച്ച് തിരക്കൊക്കെ കൂടി വരുന്നുണ്ട്. ഇനി ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് മുകളിലേക്ക് ട്രെക്ക് ചെയ്യുന്നതാണ് ഇവിടുത്തെ സ്ഥലം. അപ്പോൾ എത്ര പേർക്ക് താല്പര്യം ഉണ്ടെന്നറിയില്ല. ചില ബൈക്കുകളൊക്കെ ഇങ്ങോട്ട് മുകളിലേക്ക് പോകുന്നത് കണ്ടു. പക്ഷേ നമുക്കവിടെ നോക്കണം, അങ്ങോട്ട് അലൗഡ് ആണോ എന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ അല്ല. നമ്മളിങ്ങോട്ട് പോയിരുന്ന വഴി കുറച്ച് ട്രയൽസൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അഡ്വഞ്ചർ വണ്ടികളുള്ളതുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കാമെന്നുള്ള പ്ലാൻ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ വണ്ടി കയറുവാണെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാം. അത് നമ്മളുടെ റൈറ്റ് സൈഡിൽ നമ്മൾ മാത്യുവും ജോവും ഒക്കെ കളർഫുൾ കോട്ടൊക്കെ ഇട്ട് നിൽപ്പുണ്ട്. അതൊരു കയറാൻ പറ്റിയൊരു ഓഫ് റോഡ് റൂട്ടാണ്. ഒരു വഴിക്ക് അങ്ങോട്ട് കയറാൻ വേറൊരു റൂട്ടും കൂടി കണ്ടിരുന്നു. അപ്പോൾ അത് ഇതിൽ എളുപ്പമാണോന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ഒരു ചെറിയൊരു ഓഫ് റോഡ് ട്രയൽസ് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. കുഴപ്പമില്ല, മറിഞ്ഞു വീഴാണെങ്കിൽ ആൾക്കാരുണ്ടല്ലോ പിടിച്ചു കയറ്റാൻ. നമുക്ക് ജസ്റ്റ് കയറി പോരുന്നൊരു വഴി മാത്രമേ കുഴപ്പമുള്ളൂ. ബാക്കി ഏകദേശം ലെവൽ റോഡ് തന്നെയാണ്. കുറച്ച് ട്രയൽസ് പോലുള്ള സ്ഥലം. അവിടെ കയറി കഴിഞ്ഞപ്പോൾ നോക്ക്, ഫുള്ള് പെർസ്പെക്റ്റീവ് തന്നെ മാറി. നമ്മുടെ മൊത്തം ഗ്രീനറിയും വല്ലാത്തൊരു ഫീലാണ്. നമ്മുടെ ടീം കുറച്ച് പേര് ആദ്യമേ ഓൾറെഡി ഇവിടെ എത്തി. നോക്ക്, പൾസറും കൊണ്ട് ഇവിടെ കീഴടക്കി റോബിൻ. അതല്ലേ ഹീറോയിസം. ദൂരെ നിന്നൊരു ലൈറ്റ് കാണുന്നു. നമ്മുടെ രാജേഷ് ഭായി തുമിനാറുമായിട്ട് കയറി വരുന്നവരാണ്. ഒരു വീഡിയോ എടുത്തേക്കാം ഫോണിൽ.
മറ്റേ വഴി നോക്കാൻ വേണ്ടി പോയതാ. ഇങ്ങോട്ടാണോ പോയത്? നമ്മൾ ട്രയൽസിൽ നിന്ന് താഴെ ഇറങ്ങി. 1-2 പേര് നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്ന് മിസ്സായി. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് റോബിൻ ബ്രോ സെർച്ച് ചെയ്യാനുള്ള പോക്കിലാണ്. അങ്ങനെ വീണ്ടും നമ്മൾ റീഗ്രൂപ്പ് ചെയ്ത് നമ്മുടെ കാലഭൈരവേശ്വര ടെമ്പിളിൻ്റെ ആ റൂട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ്. നല്ല രീതിയിലുള്ള മഴക്കോള് വന്നിട്ടുണ്ട്. മഴ പെയ്യുകയാണെങ്കിൽ നമ്മുടെ മൺസൂൺ റൈഡ് സെറ്റായി. അങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ചെറിയ ചെറിയ തുള്ളികൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മഴ നല്ല രീതിക്ക് പെയ്യുന്ന തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഇപ്പോൾ. അങ്ങനെ നമ്മളെ നിരാശപ്പെടുത്തിയില്ല. മഴ നല്ല രീതിയിൽ പെയ്തു തുടങ്ങി. ദേവരമനയും കുറച്ച് ട്രെയിൽസും ഒക്കെ റൈഡ് ചെയ്ത് നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്കുള്ള യാത്രയിലാണ്. നമ്മൾ ദേവരമനയിലായിരുന്നപ്പോൾ തുടങ്ങിയ മഴയാണ്. അത് ഇതുവരെ ശമിച്ചിട്ടില്ല. പോണ വഴിക്ക് മുഴുവനും മഴയാണ്. ഉച്ച കഴിഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പും കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോണ വഴി ഹോട്ടലുകളൊന്നും ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. നമ്മൾ പോകുന്നത് മുഴുവനും ഉൾഗ്രാമങ്ങളിലൂടെയാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൽ ഉച്ചക്കുള്ള ഫുഡ് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് പുറത്തായിരിക്കും എന്നുള്ളൊരു ചിന്തയിൽ അവിടുത്തെ ഫുഡ് വേണ്ടാന്നും പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ വേറെ യാതൊരു നിവൃത്തിയില്ലാതെ നമ്മൾ റിസോർട്ടിൽ തന്നെ വീണ്ടും വിളിച്ച് ചോദിച്ചു ഫുഡുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരു കുഴപ്പമില്ല പോന്നോളൂ എന്നുള്ള പറഞ്ഞു. അപ്പോൾ നമ്മൾ റിസോർട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേര് സംഗുള റിവർ റിസോർട്ട് എന്നാണ്. നിങ്ങൾ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ കുറച്ചധികം ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് വരുന്നതാണെങ്കിൽ അവിടെ കുറച്ചധികം സ്പേസ് കൊണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഏരിയ ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഫുഡ് മോസ്റ്റ്ലി ഇവിടുത്തെ മലനാട് കുസീനാണ് ഇവിടുത്തെ ലോക്കൽ ഫുഡുകൾ. ഇപ്പോൾ വലിയ തെറ്റില്ലാത്തൊരു റിസോർട്ടാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. നമ്മൾ റിസോർട്ടിൽ പോയി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ഇനി പട്ലാബേട്ടേക്കുള്ള റൈഡ് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രഷായി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഇനി പട്ലാബേട്ടേക്കുള്ള റൈഡിലാണ്. പട്ലാബേട്ട ശരിക്കും ഒരു വ്യൂ പോയിൻ്റാണ്. അങ്ങോട്ട് കയറാനായിട്ട് ശരിക്കും കുറച്ച് ഓഫ് റോഡെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ടീമിലുള്ള എല്ലാവരും വന്നിട്ടില്ല. അഡ്വഞ്ചർ വണ്ടികളുള്ള കുറച്ച് പേര് മാത്രമാണ് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ പൾസർ കൊണ്ട് ഏത് സ്ഥലവും കീഴടക്കുന്ന നമ്മുടെ റോബിനും ഉണ്ട് കൂടെ. പിന്നെ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന റൂട്ട് നമ്മുടെ റിസോർട്ടിൽ നിന്ന് പട്ലാബേട്ട, അവിടെ നിന്ന് ബിസിലേഘട്ട് വഴി കറങ്ങി റിസോർട്ടിൽ വരാനാണ്. ടോട്ടൽ റൗണ്ട് ട്രിപ്പ് ഏകദേശം ഒരു 130 to 140 കിലോമീറ്റേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഉദ്ദേശം ലൈറ്റ് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. കാരണം കുറച്ച് ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് കയറാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും ലൈറ്റ് പോയി കഴിഞ്ഞാൽ. ഈ ഭാഗങ്ങളിലേക്കെല്ലാം വരുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി തന്നെ ഏകദേശം അനുഭവപ്പെടുന്നുണ്ട്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ കിഴക്കൻ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു ഫീല്. ഈ നെൽവയലും ആ മലയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് നമ്മുടെ കോതമംഗലം മുതൽ നേര്യമംഗലം വരെ പോകുന്ന റൂട്ടിലുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ ലൊക്കേഷനിലേക്ക് അടുക്കും തോറും പച്ചപ്പ് കൂടിക്കൂടി വരുന്ന പോലെ തോന്നുന്നുണ്ട്. ഇന്ന് നമുക്ക് അധികം ദൂരം പോകാനില്ല. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തി. പട്ലാബേട്ടയ്ക്ക് മുകളിലേക്ക് കയറുന്നൊരു ഓഫ് റോഡ് ട്രയലാണിത്. അപ്പോൾ താഴെ നിന്നിരുന്ന ലോക്കൽസ് നമ്മളടുത്ത് കുറച്ച് വാൺ ചെയ്തു, നമ്മുടെ ബൈക്ക് കയറില്ല, നിങ്ങൾ കൊണ്ടുപോകരുതെന്നുള്ള രീതിയിൽ. ഇനി അവരുടെ വണ്ടി എടുത്ത് നമ്മൾ മുകളിലേക്ക് പോകണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണോ എന്നറിയില്ല. കാരണം താഴെ കുറേ മഹീന്ദ്രയുടെ പിക്കപ്പ് വണ്ടികൾ കണ്ടു ആൾക്കാർ എടുത്തുകൊണ്ട് മുകളിൽ പോയി ഫ്രീ ചെയ്ത് തിരിച്ചു വരുന്നത്. പക്ഷേ ഇവിടെ മുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലായി തുടങ്ങി നമ്മുടെ ബൈക്കുകൾ കയറാൻ കുറച്ച് പാടായിരിക്കും. നല്ല അത്യാവശ്യം ചെളിയുള്ള സ്ഥലമാണ്. ബൈക്കിൻ്റെ വീല് കിടന്ന് സ്പിൻ ചെയ്യുക മാത്രമേ ഉള്ളൂ.
ഇതാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ. മുഴുവനും ചെളിയാണ്. പകുതിയെങ്കിലും കയറിയത് റോബിൻ മാത്രമാണ്. നമുക്ക് മുകളിലേക്ക് പോകാൻ വേറെ നിർവാഹമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകുക തന്നെയുള്ള പ്ലാൻ. നമ്മൾ കുറച്ച് നേരത്തെ ആയിരുന്നു വന്നിരുന്നെങ്കിൽ 2-3 പേര് ഓരോ വണ്ടീനെ വരുന്ന സഹായിച്ച് മുകളിലേക്ക് എത്തിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. ഇനി നമ്മൾ ആ സാഹസത്തിന് മുതിർന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുക പാടായിരിക്കും വെളിച്ചം പോകുന്നതിന് മുമ്പ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി. പിന്നെ നമുക്ക് തിരിച്ചിറങ്ങി വേറെ എന്തെങ്കിലും കാഴ്ചകളുടെ അടുത്തുണ്ടോ എന്നുള്ളത് നോക്കാം. മുകളിലേക്ക് കയറുന്നതിലും പാടാണ് താഴോട്ട് തിരിച്ചിറക്കാൻ. കാരണം ട്രാക്ഷൻ പോയി കഴിഞ്ഞാൽ വണ്ടി നേരെ തെന്നി പോവുകയാണ് ചെയ്യുന്നത്. പോരാത്തതിന് ഇവിടെ ചെളിയാണ് മൊത്തം. പിന്നെ പോകുന്ന റോഡിൽ കുറച്ച് ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ സേഫ്റ്റിയും കൂടി നോക്കാനുണ്ട്. കാണുന്ന വണ്ടികളാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആൾക്കാരെ മുകളിലേക്ക് കൊണ്ടുപോയി ഫെറി ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നത്. അവരും കുറ്റം പറയാനൊക്കെ ഇല്ല, കാരണം അത് അവരുടെ ഉപജീവനമാണല്ലോ. ഇനി നമ്മൾ ബിസിലേഘാട്ടിലേക്കുള്ള യാത്രയാണ്. ആ വഴി കറങ്ങി റിസോർട്ടിലേക്ക് പോകുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. ബിസിലെ ഒരു റിസർവ്ഡ് ഫോറസ്റ്റ് ഏരിയയാണ്. ഏകദേശം 40 ഹെക്ടറോളമുള്ളൊരു വനഭൂമിയാണത്. ഇത് ഹസൻ, കൊടക്, ദക്ഷിണ കന്നഡ ജില്ലകളിലായിട്ട് പരന്നു കിടക്കുന്ന ഒരു ഫോറസ്റ്റാണ്. പിന്നെ ഒത്തിരി മൃഗങ്ങളുടെ സാന്നിധ്യമുള്ളൊരു ഏരിയ കൂടിയാണ് ഈ ബിസിലെ. ആന, കാട്ടുപോത്ത്, മാൻ, കാട്ടുപന്നി അങ്ങനെയുള്ള മൃഗങ്ങളാണ് ഈ വഴിയിൽ കണ്ടുവരുന്നത്. കാടിൻ്റെ ആ ഒരു വന്യത കുറച്ച് അനുഭവിച്ചു തുടങ്ങാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. 2 സൈഡിലെ മരങ്ങളുടെ ആ ഒരു തിക്നെസ് എല്ലാം കൂടി തുടങ്ങി. ഈ വഴി യാത്ര ചെയ്യുമ്പോൾ കുറച്ച് ദൂരം കാട്, പിന്നെ കുറച്ച് ദൂരം ആൾക്കാരുള്ള സെറ്റിൽമെൻറ്റ് ഏരിയകൾ, വീണ്ടും കാട്, അങ്ങനെയാണ്. പിന്നീട് ശരിക്കുള്ള ഫോറസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ആ ഗാർഡ് സെക്ഷൻ തീരുന്നത് വരെ മുഴുവനും കാട് തന്നെയാണ്. ശരിക്കുള്ള ഡീപ്പ് ഫോറസ്റ്റ് എത്തുമ്പോൾ എന്തായാലും വെളിച്ചം പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് വേണം വണ്ടി ഓടിച്ച് പോകാൻ വേണ്ടിയിട്ട്. കാരണം വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് ഉള്ളൊരു സോണാണ് അത് മൊത്തം. നമ്മുടെ 10 പേരുള്ളതിൽ ഇത്രയും വണ്ടികളാണ് ഈ റൈഡിന് ഇറങ്ങിയിട്ടുള്ളത്. 6 വണ്ടികൾ. ഇപ്പോൾ നമ്മൾ ഗ്രാമപ്രദേശത്ത് ചെറിയൊരു ചായക്കട കണ്ട് നിർത്തിയതാണ്. ഇനി നമ്മൾ സ്റ്റോപ്പ് എടുക്കാതെ നേരെ ഫോറസ്റ്റ് ഓടിച്ച് തീർക്കുക എന്നുള്ള ഒരു പ്ലാൻ. അത് നമുക്ക് കറക്റ്റ് കാടിൻ്റെ ഒരു വന്യത അറിഞ്ഞുള്ളൊരു യാത്ര. ആകാശം പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഇരുട്ടാണ്, കൂരാക്കൂരിരുട്ട്. എൻ്റെ വണ്ടിക്കാണെങ്കിൽ ഫോഗ് ലാമ്പും ഇല്ല, അതുകൊണ്ട് മുന്നിലെ കാഴ്ചകൾ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ളവർക്കെല്ലാം ഫോഗ് ലാമ്പ് ഉള്ളതുകൊണ്ട് അവരെയും ഫോളോ ചെയ്ത് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് ഭീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള റോഡുകളാണ്. കാരണം ഓൾറെഡി നമ്മൾ വൈൽഡ് ആനിമൽസ് ക്രോസിംഗ് ഉണ്ടെന്നുള്ളത് പറഞ്ഞ് കേട്ട് കഴിഞ്ഞു. പിന്നെ ഇത്രയും പേരുള്ളതുകൊണ്ടൊന്നും സംഭവിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബിസിലെ വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രൻസ് ആണ്. നമ്മൾ ഗേറ്റ് കണ്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. വൈകിട്ടാകുമ്പോൾ അതെല്ലാം അടയ്ക്കും. നമ്മൾ ഗാർഡ് സെക്ഷൻ്റെ പകുതിയോളം റൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് തീർന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒരു ചായ കുടിക്കുകയോ ബ്രേക്ക് എടുക്കുക എന്നുള്ളൊരു പ്ലാനിലാണിപ്പോൾ. അങ്ങനെ നമ്മൾ ഗാർഡ് സെക്ഷനെല്ലാം ഓടിച്ച് ഇറങ്ങി വന്നത് ദക്ഷിണ കന്നഡ ജില്ലയിലേക്കാണ്. ഇന്നത്തെ ഒരു ദിവസം നോക്കിയാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയം ഒഴിച്ചാൽ ഏകദേശം മുഴുവൻ സമയം ബൈക്കിൽ തന്നെ ആയിരുന്നു. ഇനി നേരെ റിസോർട്ടിലേക്ക് പോയ ശേഷം ഭക്ഷണം കഴിച്ച് രാവിലെ എഴുന്നേറ്റ് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് പ്ലാൻ. അങ്ങനെ നമ്മൾ റിസോർട്ടിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സക്ലേഷ്പൂർ റൈഡ് ഏകദേശം കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. Boys.